സംസ്ഥാനത്തെ ഇടതുഭരണത്തെ വിമർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ജേതാവ് അഖിൽ മാരാർ. സംസ്ഥാനത്തെ ഇടതുഭരണം മാറണമെന്നും അതിന് കോൺഗ്രസ് പാർട്ടി വേഗത്തിൽ ചുടലുമായി രംഗത്തിറങ്ങണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് വന്നിരിക്കുന്നത്. ചിന്താശേഷിയില്ലാത്ത പ്രതിപക്ഷമായതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കുമെന്നാണ് അഖിൽ മാരാർ വ്യക്തമാക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി സർക്കാർ വയനാട്ടിലടക്കം കാര്യങ്ങൾ ചെയ്തു തുടങ്ങണമെന്നും ഇതോടെ പിണറായി മഹാനാകുമെന്നും അഖിൽ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് പ്രതിപക്ഷം രംഗത്തിറങ്ങി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും അഖിലിന്റെ ഉപദേശം വൈറലായത്. അഖിൽ മാരാറുടെ പോസ്റ്റിനെ എതിർത്തും അനുകൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു യുദ്ധം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ജ്യോതിഷം പറയില്ല ഇത്രയും കറക്റ്റ് കാര്യം എന്നാണ് അഖിൽ മാരാറുടെ പോസ്റ്റിൽ വന്നിരിക്കുന്ന കമന്റുകളിലെ ഏറ്റവും സുപ്രധാനമായ ഒന്ന്. കോൺഗ്രസിനെ സുഖിപ്പിക്കണം, എന്നാൽ BJPയെ പിണക്കാനും പറ്റില്ല, അണ്ണന്റെ ഒരു നിരീക്ഷണം എന്ന് അഖിലിനെ പരിഹസിക്കുന്ന ഒരുപാട് കമന്റുകളാണ് നമുക്ക് ആ പോസ്റ്റിന് താഴെ കാണാൻ സാധിക്കുന്നത്. നീ ഇരുന്ന് കരഞ്ഞു തീർത്തോളൂ എന്ന് ഇടതനുഭാവികൾ പ്രതികരിക്കുന്നുണ്ട്. ഈ കമന്റിന് അഖിൽ മാരാറുടെ മറുപടിയും വളരെയധികം ജനപ്രീതി കൊണ്ടു. ജനങ്ങളുടെ കണ്ണീര് കൊണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതിൽ നീരാടി ജീവിക്കുന്ന മുഖ്യമന്ത്രി ഉള്ളപ്പോൾ എന്റെ കണ്ണീരിനും വിലയുണ്ട്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, ദേശീയപാത വികസനത്തിന്റെ ക്രെഡിറ്റ് മോദി സർക്കാരിന് നൽകിയ അഖിലിനുള്ള മറുപടി കമന്റ് ഇങ്ങനെയായിരുന്നു: ദേശീയപാത നിതിൻ ഗഡ്കരിയുടെയും നരേന്ദ്രമോദിയുടെയും ഇച്ഛാശക്തിയുടെ ബലം ആണത്രേ. അങ്ങനെയാണെങ്കിൽ 2015 ദേശീയപാത അതോറിറ്റി ഇവിടുത്തെ ഓഫീസും പൂട്ടി ഇവിടെ ഒന്നും നടക്കില്ല എന്നും പറഞ്ഞ് ഡൽഹിക്ക് തിരിച്ചു പോയത് എന്തിനായിരുന്നു? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് അഖിൽ മാരാർ എല്ലാവരുടെയും വായടപ്പിച്ചു. ഹൈവേ വരുന്നതിന്റെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കം കേരളത്തെ പുകഴ്ത്തുന്നുണ്ട്. കാശ് കോടികൾ കേരളം മുടക്കിയിട്ടുമുണ്ട്. അനവധി തടസ്സം മാറിക്കടന്നുകൊണ്ട് സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അഖിൽ മാരാറിന് LDF എന്നാൽ എന്തോ വല്ലാത്ത കുശുമ്പാണെന്ന് പഴയ ഓരോ പോസ്റ്റും കണ്ടാൽ അറിയാം. എന്തോ വിദ്യാകിരണമെന്നോ മറ്റോ പോസ്റ്റ് ഇറക്കി ആകെ നാറിയ ഒരാളാണ് ഇദ്ദേഹം എന്നാണ് മറ്റൊരു പ്രതികരണം. കിറ്റിൽ വീണ കേരളമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഒരു തവണ കൂടി LDF അധികാരത്തിൽ വരണം, എന്നിട്ട് എല്ലാവരെയും നല്ലോണം ഒന്നുകൂടി അനുഭവിക്കണം എന്നാണ് അഖിൽ മാരാറിന്റെ പോസ്റ്റിന് പിന്തുണയുമായി മറ്റൊരു കമന്റ് വന്നത്. ഇടതുപക്ഷം ഇനിയും കേരളത്തിൽ വന്നാൽ ഞാൻ എന്റെ സ്വത്തുക്കൾ വിറ്റ് തമിഴ്നാട്ടിൽ സ്ഥലം വാങ്ങി അവിടെ താമസിക്കും. അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ കേരളം വലിയൊരു കടക്കണിയിലാകുന്നത് നോക്കി നിൽക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും അധികമായി കരം തുക കൂടുകയും എല്ലാ സാധനങ്ങളുടെയും അധിക സെസ് ഏർപ്പെടുത്തുകയും ചെയ്യും എന്ന് മറ്റൊരാളും പ്രതികരിക്കുന്നു. എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമന്റുകൾ നിറയുകയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും ശക്തമാവുന്ന സാഹചര്യത്തിൽ ആരായിരിക്കും അടുത്തത് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് സുപ്രധാനമായ ഒരു ചോദ്യമായി നിലകൊള്ളുന്നു. വേറെ ശക്തമായ പ്രതിപക്ഷം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. മറ്റേത് പാർട്ടി ഭരിച്ചാലും ഇപ്പോൾ CPM ചെയ്യുന്ന അത്രയും തന്നെ ചെയ്യത്തുള്ളൂ. കളവിന് ഒരു കുറവും ഉണ്ടാകില്ല എന്നും കമന്റുകളുണ്ട്. ചാണകങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്ന മുൻ കോൺഗ്രസ്സുകാരൻ, അതായത് RSS കാരൻ, ജനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷം എല്ലാം ചെയ്യുന്നു, വിമർശിക്കാൻ വേണ്ടി എങ്കിൽ പോലും അറിയാത്ത പറയേണ്ടി വന്ന മാന്യന്മാർക്ക് എല്ലാം ബിഗ് ബോസിൽ കയറി നീ ആളായതുപോലെ രാഷ്ട്രീയത്തിലും ആളാകാൻ നോക്കണ്ട എന്നും ചില കമന്റുകൾ വരുന്നുണ്ട്. ബിഗ് ബോസിൽ പോകുന്നതിനെതിരെ സംസാരിച്ചത് അഖിൽ മാരാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും പ്രതികരണങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ബിഗ് ബോസ് എന്നൊരു ഷോയിൽ പോകുന്നതിനേക്കാൾ ലുലുമാളിൽ തുണിയില്ലാതെ നടക്കുന്നതാണ് നല്ലതെന്നും മാരാർ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമാൻ എന്ന വിചാരം, ഇത് ബിഗ് ബോസ് അല്ലടാ എന്നും വിമർശനങ്ങൾ വന്നു. എല്ലാ മണ്ടന്മാർക്കും വിന്നറാകാൻ കഴിയുന്ന ഗെയിം അല്ല ഇത് എന്നാണ് മറ്റൊരു പ്രതികരണം. എന്താണെങ്കിലും അഖിൽ മാരാർക്കെതിരെ ഇത്ര രൂക്ഷമായ വിമർശനവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ അഖിൽ മാരാറിന്റെ വിമർശനവും വളരെയധികം ചൂട് പിടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് അടുത്ത കേരളം ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് കണ്ടു തന്നെ അറിയാം.